ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ നില മെച്ചപ്പെടുത്തിയ UDF. ഓപ്പറേഷൻ അടാട്ട് വിജയിപ്പിച്ച് കോൺഗ്രസ്. തിരുവല്ലുവാമല പഞ്ചായത്ത് ഭരണം NDAക്ക്. കടങ്ങോട് പഞ്ചായത്തിൽ LDFന് ഹാട്രിക്. ആർക്കും ഭൂരിപക്ഷമില്ലാതെ 7 പഞ്ചായത്തുകൾ. നഗരസഭകളുടെ ഭരണത്തിൽ ജില്ലയിൽ തൽസ്ഥിതി തുടരും. 5 നഗരസഭകളിൽ LDFും 2 നഗരസഭകളിൽ UDFും ഭരണം തുടരും. കുന്നംകുളം നഗരസഭയിൽ കേവല ഭൂരിപക്ഷമില്ലാതെ LDF. വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മത്സരിച്ച PR അരവിന്ദാക്ഷന് പരാജയം. ജില്ലാ പഞ്ചായത്തിൽ ഭരണം നിലനിർത്തി LDF. ആകെയുള്ള 30 ഡിവിഷനുകളിൽ 21 ഡിവിഷനിലും LDFന് മികച്ച വിജയം. പറപ്പൂക്കരയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. പറപ്പൂക്കര സ്വദേശികളായ രോഹിത്, വിപിൻ, ഗിരീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ നില മെച്ചപ്പെടുത്തി UDF. രണ്ടായിരത്തി 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ ഇടതിന്റെ തേരോട്ടമായിരുന്നു. ഇത്തവണ പക്ഷേ UDF നില മെച്ചപ്പെടുത്തി. തൃശൂർ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാനായതാണ് UDFന്റെ പ്രധാന നേട്ടം. കുന്നംകുളം, ഗുരുവായൂർ, ചാവക്കാട്, വടക്കാഞ്ചേരി, കൊടുങ്ങല്ലൂർ നഗരസഭകൾ ഇടതുമുന്നണി നിലനിർത്തിയപ്പോൾ ചാലക്കുടിയും ഇരിങ്ങാലക്കുടയും UDF നിലനിർത്തി. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ചാലക്കുടിക്കും ചാവക്കാടിനും പുറമെ മാള, മുല്ലശ്ശേരി എന്നിവ UDF നേടി. പുഴയ്ക്കലിൽ LDFനും UDFനും 7 വീതം സീറ്റുകളാണ്. 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അന്തിക്കാട്, ചേർപ്പ്, ചൊവ്വന്നൂർ, ഇരിങ്ങാലക്കുട, കൊടകര, മതിലകം, ഒല്ലൂക്കര, പഴയന്നൂർ, തളിക്കുളം, വെള്ളാങ്കല്ലൂർ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇടതുമുന്നണി നിലനിർത്തി. 86 പഞ്ചായത്തുകളിൽ LDF 44 പഞ്ചായത്തുകളിലും UDF 34 പഞ്ചായത്തുകളിലും മുന്നിലെത്തി. ഔനിശ്ശേരി, ചേലക്കര, കൊടകര, മാള, പാറളം, തളിക്കുളം, വല്ലച്ചിറ എന്നീ 7 പഞ്ചായത്തുകളിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണ്. തിരുവല്ലാമല പഞ്ചായത്തിൽ NDA ഭൂരിപക്ഷം നേടി. നിലവിലുള്ള 18 വാർഡുകളിൽ NDA 10, LDF 7, മറ്റുള്ളവർ 2 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ തവണ BJPക്ക് അവിശ്വാസ പ്രമേയത്തിലൂടെ അധികാരം നഷ്ടമായ പഞ്ചായത്താണ് തിരുവില്ലാമല. TCV തൃശൂർ. AICC സെക്രട്ടറി അനിൽ അക്കര മത്സരിച്ച അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ UDFന് വിജയം. മുൻ MLA കൂടിയായ അനിൽ അക്കര മത്സരരംഗത്തിറങ്ങിയതോടെ അടാട്ട് പഞ്ചായത്ത് പ്രത്യേക ശ്രദ്ധ നേടിയിരുന്നു. 15-ാം വാർഡിൽ മത്സരിച്ച അനിൽ അക്കര 339 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ആകെയുള്ള 20 വാർഡിൽ UDF 9, LDF 7, NDA 4 എന്നിങ്ങനെയാണ് കക്ഷിനില. പഞ്ചായത്തിൽ അനിൽ അക്കര പ്രസിഡന്റ് ആകുമെന്നാണ് സൂചന. തിരുവല്ലുവാമല പഞ്ചായത്തിൽ ഭരണം പിടിച്ച് BJP. 19 വാർഡിൽ 10 വാർഡിലും വിജയിച്ച് BJP കേവല ഭൂരിപക്ഷം നേടി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കൃഷ്ണപ്രസാദ് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനാണ് സാധ്യത. ജില്ലയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാതെ 7 ഗ്രാമപഞ്ചായത്തുകൾ. അവനിശ്ശേരി, ചേലക്കര, കൊടകര, മാള, പാറളം, തളിക്കുളം, വല്ലച്ചിറ എന്നീ പഞ്ചായത്തുകളിലാണ് ആർക്കും ഭൂരിപക്ഷമില്ലാത്തത്. അവനിശ്ശേരി പഞ്ചായത്തിലെ 16 വാർഡുകളിൽ UDF 7, NDA 7, LDF 2 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ തവണ BJP ഭരണത്തിലുണ്ടായ ജില്ലയിലെ ഏക പഞ്ചായത്തായിരുന്നു അവനിശ്ശേരി. രാജ്യസഭാ MP ആയിരിക്കെ സുരേഷ് ഗോപി ദത്തെടുത്ത പഞ്ചായത്ത് കൂടിയാണിത്. കഴിഞ്ഞ തവണ 3 സീറ്റുണ്ടായിരുന്ന UDF ഇത്തവണ 7ലേക്ക് ഉയർന്നു. 5 സീറ്റുണ്ടായിരുന്ന ഇടതിനെ 2 സീറ്റുകളായി ചുരുങ്ങി. കൊടകര പഞ്ചായത്തിൽ 20 വാർഡുകളാണുള്ളത്. UDF 7, LDF 7, NDA 5, മറ്റുള്ളവർ 1 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. മാളയിലെ 21 വാർഡുകളിൽ LDF 8, UDF 8, NDA 4, മറ്റുള്ളവർ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. 17 വാർഡുകളുള്ള പാർലം പഞ്ചായത്തിൽ UDF 6, NDA 6, LDF 5 എന്നിങ്ങനെയാണ് കക്ഷിനില. തളിക്കുളം പഞ്ചായത്തിൽ 18 വാർഡുകളാണുള്ളത്.
UDF 5, LDF 5, NDA 4, മറ്റുള്ളവർ 4 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. 16 വാർഡുകളുള്ള വല്ലച്ചിറ പഞ്ചായത്തിൽ LDF 6, NDA 6, UDF 4 എന്നതാണ് കക്ഷിനില. ചേലക്കര പഞ്ചായത്തിലെ 24 വാർഡുകളിൽ 12 LDF, 12 UDF എന്നിങ്ങനെയാണ് കക്ഷിനില. TCV തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 7 നഗരസഭകളിൽ LDF 5ഉം UDF 2ഉം നേടി. തൽസ്ഥിതി നിലനിർത്തി. ചാവക്കാട്, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി നഗരസഭകളാണ് LDF നിലനിർത്തിയത്. ചാലക്കുടിയും ഇരിങ്ങാലക്കുടയും ഇത്തവണയും UDFിനൊപ്പം നിന്നു. വടക്കാഞ്ചേരി നഗരസഭ 42-ൽ 22 സീറ്റ് നേടി LDF നിലനിർത്തി. കുന്നംകുളത്ത് 18 സീറ്റോടെ LDF മുന്നിലെത്തിയെങ്കിലും കേവല ഭൂരിപക്ഷമില്ല. UDF 9, NDA 7, RMP 4 എന്നിങ്ങനെയാണ് മറ്റ് കക്ഷിനില. ഇരിങ്ങാലക്കുടയിൽ 43-ൽ 22 ഡിവിഷൻ നേടിയാണ് UDF ഭരണം നിലനിർത്തിയത്. ഇവിടെ LDFന് 12 സീറ്റും NDAക്ക് 6ഉം ലഭിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ഒരിക്കൽ കൂടി ചുവപ്പണിഞ്ഞു. 46 അംഗങ്ങളുള്ള നഗരസഭയിൽ 22 സീറ്റ് ഇടതിനാണ്. കഴിഞ്ഞ തവണ 21 കൗൺസിലർമാരെ വിജയിപ്പിച്ച BJPക്ക് ഇത്തവണ 18 പേരെ മാത്രമാണ് കൗൺസിലിൽ എത്തിക്കാനായത്. ചാവക്കാട് നഗരസഭ 5ാം തവണയും LDF നിലനിർത്തി. ആകെയുള്ള 33-ൽ LDF 21, UDF 12, സ്വതന്ത്ര 2 എന്നിങ്ങനെയാണ് കക്ഷിനില. NDAക്ക് ഇത്തവണയും ഇവിടെ അക്കൗണ്ട് തുറക്കാനായില്ല. 46 അംഗ ഗുരുവായൂർ നഗരസഭയിൽ 23 സീറ്റ് നേടി LDF ഭരണം നിലനിർത്തി. 23 ഇടതാണ് ചെങ്കൊടി പാറിയത്. UDFന് 16 സീറ്റും NDAക്ക് 2 സീറ്റും മറ്റുള്ളവർക്ക് 5 സീറ്റും ലഭിച്ചു. 37 അംഗ ചാലക്കുടി നഗരസഭയിൽ 21 സീറ്റ് കരസ്ഥമാക്കി UDF ഭരണം നിലനിർത്തി. സ്വതന്ത്രർക്ക് 10 സീറ്റ് ലഭിച്ചപ്പോൾ LDFന് 5ഉം NDAക്ക് 1 സീറ്റും കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. TCV ന്യൂസ്, തൃശൂർ. ഇരിഞ്ഞാലക്കുട നഗരസഭാ ഭരണം UDF നിലനിർത്തി. 43 വാർഡുകൾ ഉള്ള നഗരസഭയിൽ 22 സീറ്റുകൾ നേടിയാണ് ഭരണം നിലനിർത്തിയത്. രണ്ട് UDF സ്വതന്ത്രന്മാരും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട്. ടൗണിലും പൊറത്തുശ്ശേരി മേഖലയിലും മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചത് UDF വിജയത്തിന് തിളക്കം കൂട്ടി. ടൗണിൽ BJPയുടെ 2 സിറ്റിംഗ് സീറ്റുകൾ UDF പിടിച്ചെടുത്തു. UDF ചെയർമാൻ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ MP ജാക്സൺ വിജയിച്ചു. 13 സീറ്റുകൾ മാത്രമാണ് LDFന് നേടാനായത്. കഴിഞ്ഞ തവണത്തേക്കാൾ 1 സീറ്റ് കുറവാണ് LDFന് ലഭിച്ചത്. LDF ചെയർമാൻ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന RL ശ്രീലാൽ പരാജയപ്പെട്ടതും തിരിച്ചടിയായി. 10-ലധികം സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്ന BJPക്ക് നേടാനായത് 6 സീറ്റുകൾ മാത്രമാണ്. 2 സിറ്റിംഗ് സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെട്ടു. BJPയുടെ സീനിയർ നേതാവായ സന്തോഷ് ബോബൻ പരാജയപ്പെട്ടതും തിരിച്ചടിയായി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കുന്നംകുളം നഗരസഭയിൽ കേവല ഭൂരിപക്ഷമില്ലാതെ LDF 18 സീറ്റുകളിലാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാനായത്. ഇത്തവണ 39 വാർഡുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ്. 18 സീറ്റിൽ LDF, 9 സീറ്റിൽ UDFും 7 സീറ്റിൽ NDAയും 4 സീറ്റിൽ RMPയും 1 സീറ്റിൽ സ്വതന്ത്രനും വിജയിച്ചു. LDFന്റെ മുൻ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ വാർഡിൽ NDA സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. 13 വോട്ടിനാണ് NDA സ്ഥാനാർത്ഥി അനൂപിന്റെ വിജയം. വിജയിച്ച സ്ഥാനാർത്ഥികൾ പ്രവർത്തകർക്കൊപ്പം നഗരത്തിൽ പ്രകടനം നടത്തി. കൊടുങ്ങല്ലൂർ ഒരിക്കൽ കൂടി ചുവന്നു. നഗരസഭാ ഭരണം LDF നിലനിർത്തി. 46 അംഗ കൗൺസിലിൽ 25 പേരുടെ പിന്തുണയോടെയാണ് LDF വിജയം നേടിയത്. കഴിഞ്ഞ കൗൺസിലിൽ 22 കൗൺസിലർമാരാണ് LDFന് ഉണ്ടായിരുന്നത്. പ്രചരണത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച BJP ഇക്കുറി ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. കഴിഞ്ഞ തവണ 21 കൗൺസിലർമാരുണ്ടായിരുന്ന BJPക്ക് ഇക്കുറി 18 പേരെ മാത്രമേ വിജയിപ്പിക്കാനായുള്ളൂ. കോൺഗ്രസ് 1-ൽ നിന്നും 3ആയി അംഗബലം വർദ്ധിപ്പിച്ചു. ഭരണം ലഭിക്കാതെ പോയതിനൊപ്പം ഉറച്ച സീറ്റുകൾ നഷ്ടപ്പെട്ടതും BJPയെ അലട്ടുകയാണ്. എൽത്തുരുത്ത്, പെരുന്തോട് വാർഡുകൾ നഷ്ടമായതിനു പുറമെ തൈവെപ്പ് വാർഡും BJPയെ കൈവിട്ടു. അതേസമയം സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് CPI. കണക്കൻകടവ്, VP തുരുത്ത്, കോട്ട, ചേരമാൻ എന്നീ വാർഡുകളാണ് CPIയെ കൈവിട്ടത്. പ്രമുഖ നേതാക്കളായ PP സുഭാഷ്, PO ദേവസി എന്നിവർ പരാജയപ്പെട്ടതും പാർട്ടിക്ക് ക്ഷീണമായി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ചാവക്കാട് നഗരസഭ 5ാം തവണയും LDF നേടി. ആകെയുള്ള 33 സീറ്റിൽ LDF 21, UDF 12 എന്നിങ്ങനെയാണ് കക്ഷിനില. BJP ഇത്തവണയും അക്കൗണ്ട് തുറന്നില്ല.
നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖല LDFന് കരുത്തേകിയപ്പോൾ കിഴക്കൻ മേഖലയിൽ UDFനാണ് മേൽക്കൈ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. ഗുരുവായൂർ നഗരസഭയിൽ തുടർച്ചയായ 6ാം തവണയും വിജയക്കൊടി പാറിച്ച് LDF. 46 സീറ്റിൽ 26 എണ്ണം നേടിയാണ് LDF ഭരണം നിലനിർത്തിയത്. UDFന് 12 സീറ്റ് ഉണ്ടായിരുന്നത് 17ലേക്ക് വർദ്ധിപ്പിക്കാനായി. NDA 2 സീറ്റ് നിലനിർത്തി. കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചത് ഇത്തവണയും ആവർത്തിച്ചു. LDF 26, UDF 17, NDA 2, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. മത്സരിച്ച 3 സീറ്റിലും മുസ്ലിം ലീഗ് ജയം നേടി. LDF സ്ഥാനാർത്ഥികൾ 4 വാർഡുകളിൽ 3ാം സ്ഥാനത്തായി. ഇതിൽ 3 വാർഡുകളിൽ NDAയും 1 വാർഡിൽ UDFും 2ാം സ്ഥാനം നേടി. 33ാം വാർഡിൽ 3 വോട്ടിനാണ് LDFന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 44ാം വാർഡിൽ നിന്ന് വിജയിച്ച UDF സ്ഥാനാർത്ഥി ആൻഡോ തോമസ് ആണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത്. 485 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇദ്ദേഹം ജയിച്ചത്. വിജയിച്ച സ്ഥാനാർത്ഥികൾ നഗരത്തിൽ പ്രകടനം നടത്തി. LDFന്റെ നേതൃത്വത്തിലുള്ള ആഹ്ലാദ പ്രകടനം ഞായറാഴ്ച വൈകിട്ട് നടക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂരിൽ CPIയെ തോൽപ്പിച്ച് CPM. CPI സ്ഥാനാർത്ഥിയും നഗരസഭാ ഉപാധ്യക്ഷയുമായ അനീഷ്മ ഷനോജിനെയാണ് വിമത സ്ഥാനാർത്ഥിയെ ഇറക്കി CPM തോൽപ്പിച്ചത്. CPIയുടെ അരിവാൾ ധാന്യക്കതിർ ചിഹ്നത്തിൽ 38ാം വാർഡായ പൂക്കോട് വെസ്റ്റിലാണ് ഇവർ മത്സരിച്ചത്. മൊബൈൽ ഫോൺ ചിഹ്നത്തിൽ മത്സരിച്ച CPMന്റെ വിമത സ്ഥാനാർത്ഥി ലിസി ബൈജുവാണ് ജയിച്ചത്. ഇവർ 448 വോട്ട് നേടി. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ലിജി ബോബി 353 വോട്ട് നേടി 2ാം സ്ഥാനത്തെത്തിയപ്പോൾ 333 വോട്ടോടെ അനീഷ്മയ്ക്ക് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അനീഷ്മ 2 തവണ ഈ വാർഡിൽ നിന്ന് ജയിച്ച് കൗൺസിലറായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് മിന്നും ജയം. ആകെയുള്ള 30 ഡിവിഷനിൽ 21 ഡിവിഷനിലും വിജയിച്ചാണ് LDF മികച്ച വിജയം നേടിയത്. UDF സ്ഥാനാർത്ഥികളായ വടക്കേക്കാട് ഡിവിഷനിൽ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ്, ചൂണ്ടൽ ലീല രാമകൃഷ്ണൻ, പുത്തൂർ EA ഓമന, അതിരപ്പള്ളി ഡാർലി പോൾ, കൊരട്ടി അഡ്വക്കേറ്റ് ഷോൺ പെല്ലിശ്ശേരി, ആളൂർ കാവ്യ രഞ്ജിത്ത്, മാള പോൾ സാജൻ കൊടിയൻ, ചേർപ്പ് CK വിനോദ്, കടപ്പുറം ശ്രീഷ്മ ബാബുരാജ് എന്നിവരും LDF സ്ഥാനാർത്ഥികളായ കാട്ടക്കാമ്പാൽ ഡിവിഷനിൽ MV പ്രശാന്ത് മാസ്റ്റർ, എരുമപ്പെട്ടി മീന സാജൻ, വള്ളത്തോൾ നഗർ ബുഷറ ടീച്ചർ, തിരുവല്ലുവാമല KR സത്യൻ, ചേലക്കര KR മായ ടീച്ചർ, വാഴാനി മേരി തോമസ്, അവണൂർ പ്രസാദ്, പീച്ചി PS വിനയൻ, ആമ്പല്ലൂർ ഷീല, കൊടകര KJ ഡിക്സൺ, മുരിയാട് ജോസ് J ചിറ്റിലപ്പള്ളി, പറപ്പൂക്കര അമ്പിളി വേണു, കാട്ടൂർ TK സുധീഷ്, എറിയാട് നൌഷാദ്, വെള്ളാങ്കല്ലൂർ CB ഷക്കീല ടീച്ചർ, കയ്പമംഗലം KS ജയ, തൃപ്രയാർ അമൽ T പ്രേമൻ, താന്യം KP സന്ദീപ്, അന്തിക്കാട് സലിജ ടീച്ചർ, തളിക്കുളം PI സജിത, മുല്ലശ്ശേരി രാകേഷ് കണിയാമ്പ്രമ്പിൽ എന്നിവരുമാണ് വിജയിച്ചത്. TCV തൃശൂർ. പറപ്പൂക്കരയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. പറപ്പൂക്കര സ്വദേശികളായ എടത്തിപ്പറമ്പിൽ വീട്ടിൽ രോഹിത്, കിഴക്കൂട്ട് വീട്ടിൽ വിപിൻ, തറയ്ക്കൽ വീട്ടിൽ ഗിരീഷ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പറപ്പൂക്കര സ്വദേശി പാണ്ഡ്യത്ത് വീട്ടിൽ അഖിലിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് 3 അറസ്റ്റിലായത്. റോഹിത്തിന്റെ സഹോദരിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിലുള്ള വൈരാഗ്യത്താലാണ് അഖിലിനെ കൊലപ്പെടുത്തിയത്. വിപിൻ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്.
തൃശൂർ കോർപ്പറേഷനിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. എന്തുകൊണ്ട് പരാജയം സംഭവിച്ചുവെന്ന് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. പാളിച്ചകൾ തിരുത്തി മുന്നോട്ടു പോകും. ജില്ലയിലെ LDFന്റെ അടിത്തറ ഭദ്രമാണെന്നും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ജില്ലയിൽ UDFന് വൻ വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് 9.5 വർഷത്തെ ഭരണവിരുദ്ധ വികാരമാണ് UDFന് വൻ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് എന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം DCC ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിലെ വോട്ടർമാർക്ക് ചെമ്പേതാണ് തങ്കമേതാണ് എന്ന് ഉരച്ചു നോക്കാതെ തന്നെ തിരിച്ചറിയാൻ സാധിച്ചുവെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കോർപ്പറേഷനിൽ NDA 2 സീറ്റ് അധികം നേടിയെങ്കിലും അത് നിറം മങ്ങിയ വിജയമാണ്. പാർട്ടിയുടെ നയപരിപാടികളുമായി ചേർന്നു പോകുന്നവർക്ക് കടന്നുവരാം. കുരിയച്ചിറയിൽ വിജയിച്ച വിമതൻ ഷോമി ഫ്രാൻസിസ് ഇപ്പോൾ പാർട്ടിയിലില്ല. പുറത്തുപോയ അദ്ദേഹം മടങ്ങിവരുമെന്ന് കരുതുന്നില്ല. അവിനിശ്ശേരിയിൽ മതേതര സംവിധാനം പുലരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആലോചിച്ച് വേണ്ടതു ചെയ്യുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇവിടുത്തെ വോട്ടർമാർ ഐക്യജനാധിപത്യ മുന്നണിയെ വിശ്വാസത്തിലെടുത്തതു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ തെളിവാണ്. അവർ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ കരുത്തും ഊർജവുമാണ് നൽകുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം, ആ ഇടതുപക്ഷത്തിൻ്റെ ഭരണം ആ 10 വർഷം പാഴായിപ്പോയി എന്നുള്ളതായിരുന്നു ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. അത് അക്ഷരാർത്ഥത്തിൽ വോട്ടർമാർ, ജനാധിപത്യ വിശ്വാസികൾ അത് മുഖവിലക്കെടുത്തു എന്ന് തന്നെയുള്ളതാണ്. മറ്റുള്ള ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും ഗ്രാമപഞ്ചായത്തായാലും നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ്. തീർച്ചയായും ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നേരിടും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചില വീഴ്ചകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിജയത്തിന് ഞങ്ങൾ പൂർണ്ണമായി അല്ലെങ്കിൽ വലിയ രീതിയിൽ അഹങ്കരിക്കുന്നില്ല. തെറ്റുകളൊക്കെ പരിശോധിച്ച് കൂട്ടായ നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് പോകും. അത് ഞങ്ങൾക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടമുണ്ടാക്കാൻ കരുതുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിജയം അടുത്തുവരുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള ഊർജ്ജമാണ്. കുറവുകളെല്ലാം പരിഹരിച്ച് ഒത്തൊരുമയോടെ മുന്നോട്ടു പോകുമെന്നും മേയറെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ജനങ്ങളെ അവഹേളിച്ചതിന് സർക്കാരിനേറ്റ തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. മാളയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ വാങ്ങുന്നവരെ സർക്കാരിന്റെ ഔദാര്യം പറ്റുന്നവരായി അവഹേളിച്ച മുൻമന്ത്രി MM മണിയോട് മണി ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ജനീഷ് ആവശ്യപ്പെട്ടു. കോട്ടക്കൊത്തളങ്ങളായി കൊണ്ടു നടന്ന പലയിടങ്ങളും പരാജയപ്പെട്ടു എന്നുള്ള വാർത്ത വളരെ സന്തോഷത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം കഴിഞ്ഞ 9.5 വർഷക്കാലം ഈ സംസ്ഥാനത്തിനകത്ത് ജനജീവിതം ഇതുപോലെ ദുസ്സഹമാക്കിയ ഒരു സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല. ഈ സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളും സമരങ്ങളുമായി തെരുവിലേക്കിറങ്ങിയ യൂത്ത് കോൺഗ്രസുകാരെയും KSUക്കാരെയും മൃഗീയമായ രീതിയിൽ പോലീസ് മർദ്ദിക്കുകയും ആ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണത്തിൻ്റെ ധിക്കാരത്തിലും ധാർഷ്ട്യത്തിലും ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വിശിഷ്ട സേവാ മെഡൽ ഉൾപ്പെടെ നൽകുന്ന ഒരു കാഴ്ച വളരെ വേദനയോട് കൂടിയിട്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാവരും കണ്ടു നിന്നതെങ്കിൽ ഇന്നലകളിൽ സമരം ചെയ്ത, തെരുവിൽ മർദ്ദനമേറ്റുവാങ്ങിയ, രക്തമൊഴുക്കിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായൊരു ദിനമാണ്. കാരണം ഈ സംസ്ഥാനത്തിനകത്ത് സർക്കാരിനെതിരായ അതിശക്തമായൊരു വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കയ്പമംഗലം പഞ്ചായത്ത് UDF നിലനിർത്തി. എടത്തുരുത്തി പഞ്ചായത്തിൽ LDFനാണ് വിജയം. പെരിഞ്ഞനം LDF നിലനിർത്തി. മതിലകത്തും ശ്രീനാരായണപുരത്തും LDF വിജയിച്ചു. എളവള്ളി പഞ്ചായത്തിൽ LDF ഭരണ തുടർച്ച ഉറപ്പാക്കി. പഞ്ചായത്തിന്റെ രൂപീകരണം മുതൽ ഇടതുമുന്നണിയാണ് ഇവിടെ ഭരണം നടത്തുന്നത്. CPMൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെ വരവും കോൺഗ്രസിനെ പിന്തുണച്ചില്ല. 10 സീറ്റ് ഉണ്ടായിരുന്ന LDFന് 12 സീറ്റ് നേടാൻ കഴിഞ്ഞു. 4 സീറ്റുണ്ടായിരുന്ന UDF 5 സീറ്റായി നില മെച്ചപ്പെടുത്തി. എന്നാൽ 2 സീറ്റുണ്ടായിരുന്ന BJP 1ലേക്ക് ഒതുങ്ങി. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണം തിരികെ പിടിച്ച UDF ആകെയുള്ള 16 വാർഡുകളിൽ 12ഉം നേടിയാണ് UDFന്റെ വിജയം. NDA 2ഇടത്തും SDPI 1ഇടത്തും വിജയിച്ചു. 4ാം വാർഡിൽ മാത്രമാണ് LDFലെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വിജയിക്കാൻ കഴിഞ്ഞത്.
വരന്തരപ്പള്ളി പഞ്ചായത്തിൽ UDF ഭരണം പിടിച്ചെടുത്തു. 24 വാർഡുകളിൽ UDF 12, LDF 7, BJP 5 എന്നിങ്ങനെയാണ് കക്ഷിനില. 6 വാർഡിൽ മത്സരിച്ച CPIക്ക് നിലം തൊടാനായില്ല. ഭരണം പിടിക്കുമെന്ന് പറഞ്ഞ BJPക്ക് കഴിഞ്ഞ തവണയേക്കാൾ ഒരു സീറ്റ് മാത്രമാണ് കൂടുതലായി നേടാനായത്. 19 വാർഡുകളുള്ള അളഗപ്പ നഗറിൽ 12 സീറ്റ് നേടിയ UDFന് ഭരണ തുടർച്ച. LDFന് 7 സീറ്റ് ലഭിച്ചു. നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് UDFിലെ K. രാജേശ്വരി 6ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. 8ഇടത്ത് CPI മത്സരിച്ചെങ്കിലും 2ഇടത്ത് മാത്രമാണ് ജയിക്കാനായത്. പുതുക്കാട് UDFന് ഭരണ തുടർച്ച. 16 വാർഡുകളിൽ UDF 8, LDF 4, BJP 4 എന്നിങ്ങനെയാണ് കക്ഷിനില. LDFന് 1 സീറ്റ് നഷ്ടമാവുകയും BJP 3 സീറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. വാർഡ് 3-ൽ UDF വിമതൻ സിജു പയ്യപ്പള്ളി വിജയിച്ചു. തൃക്കൂർ പഞ്ചായത്തിൽ വീണ്ടും UDF ഭരണം. UDF 12, LDF 6, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് UDFിലെ സുന്ദരി മോഹൻദാസ്, സന്ദീപ് കണിയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന പോൾസൺ തെക്കുംപിടിക എന്നിവർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ തവണ വിജയിച്ച BJPയിലെ ഏക അംഗം ഷീബ നാഗേഷ് 2ാം വാർഡിൽ സീറ്റ് നിലനിർത്തി. UDF മുന്നേറിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ തൃക്കൂർ പഞ്ചായത്തും ഈ പുതുക്കാട് നിയോജകമണ്ഡലം കോൺഗ്രസിന്റെ തേരോട്ടം, UDFിന്റെ തേരോട്ടമാണ്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഒരു കാലത്ത് ഈ മേഖലയെ ആകെ അടക്കി ഭരിച്ച മാഫിയാത്തല ദൈവമേ, കണ്ട കള്ളക്കടത്തുകാരനെയൊക്കെ വെല്ലുവിളിയാവേണ്ട ഗതിയായി പോയല്ലോ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ തിരിച്ചുവരവിലൂടെ UDF ഭരണം പിടിച്ചെടുത്തു. ആകെയുള്ള 18 വാർഡിൽ UDF 12 സീറ്റുകളിലും LDF 6 സീറ്റുകളിലും വിജയിച്ചു. കഴിഞ്ഞ 2 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരുന്നു വിജയം. വിജയിച്ച UDF സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ആഹ്ലാദ പ്രകടനം നടത്തി. കടുത്ത പോരാട്ടം നടന്ന പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. LDF 9, UDF 5, BJP 2, സ്വതന്ത്രൻ 3 എന്നിങ്ങനെയാണ് കക്ഷിനില. നിലവിലെ പ്രസിഡന്റ് EK അനൂപ് നന്ദിക്കര വാർഡിൽ പരാജയപ്പെട്ടു. ഇവിടെ BJPയാണ് 2ാം സ്ഥാനത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാട്ടിക പഞ്ചായത്തും തളിക്കുളം പഞ്ചായത്തും UDF പിടിച്ചെടുത്തു. ഭരണം പിടിച്ചെടുത്ത UDF പ്രവർത്തകർ തൃപ്രയാറിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വലപ്പാട് പഞ്ചായത്തിൽ 1 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF ഭരണം നിലനിർത്താനായത്. 22 സീറ്റിൽ LDFന് 9 സീറ്റും UDF 8 സീറ്റും BJP 5 സീറ്റും നേടി. വാടാനപ്പള്ളിയിൽ LDF 10 സീറ്റും UDF 2 സീറ്റും BJP 6 സീറ്റും നേടി. SDPI നേടിയ 2 സീറ്റിൽ 1 സീറ്റ് BJPയിൽ നിന്ന് 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സ്വന്തമാക്കിയത്. ഈ സീറ്റിൽ കള്ളവോട്ട് നടന്നുവെന്ന പരാതിയിൽ റീപോളിംഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് BJP. ഏങ്ങണ്ടിയൂരിൽ LDF ഭരണം നിലനിർത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് UDF പിടിച്ചെടുത്തു. UDF 7, LDF 6, RMPI 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ചാലക്കുടിയിൽ UDFന് വലിയ മുന്നേറ്റം. നഗരസഭയിലും കോടശ്ശേരി പഞ്ചായത്തിലും ഭരണം നിലനിർത്തുകയും കൊരട്ടി, കാടുകുറ്റി പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. UDF ചരിത്ര നേട്ടം തന്നെയാണ് കൈവരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തും 10 സീറ്റുകളോടെ UDF നിലനിർത്തി.
മേലൂർ, അതിരപ്പള്ളി, പരിയാരം പഞ്ചായത്തുകൾ നിലനിർത്തിയാണ് LDFന് ആശ്വാസമായത്. നഗരസഭയിൽ VO പൈലപ്പന്റെ പരാജയം UDFന് കനത്ത തിരിച്ചടിയായി. ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിൽസൺ പാണാട്ടുപറമ്പിൽ വിജയിച്ചു. പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, KI അജിതൻ എന്നിവരുടെ തോൽവി LDFന് ക്ഷീണമായി. കൊരട്ടി, അതിരപ്പള്ളി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും UDFനൊപ്പം നിന്നു. കടങ്ങോട് പഞ്ചായത്തിൽ LDFന് ഹാട്രിക് ജയം. മൂന്നാം തവണയാണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ LDF കടങ്ങോട് പഞ്ചായത്ത് ഭരണം നിലനിർത്തുന്നത്. 11 വാർഡുകളിൽ LDFും 9 വാർഡുകളിൽ UDFും 1 വാർഡിൽ NDAയും സീറ്റ് നേടി. തീപാറുന്ന പോരാട്ടങ്ങളിൽ പ്രമുഖർ നിലംപൊത്തുകയും ചെയ്തു. നാൽപ്പത് വർഷത്തിനു ശേഷം പുന്നയൂർക്കുളം പഞ്ചായത്ത് UDF തിരിച്ചുപിടിച്ചു. UDF 9, LDF 7, BJP 4, SDPI 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കടപ്പുറം പഞ്ചായത്ത് UDF നിലനിർത്തി. ഒരുമനയൂരിൽ 14-ൽ 11 സീറ്റും നേടി UDF ഭരണം തിരിച്ചുപിടിച്ചു. പുന്നയൂർ പഞ്ചായത്തും UDF തിരിച്ചുപിടിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണം പിടിക്കാൻ കേവല ഭൂരിപക്ഷമില്ലാതെ UDFും LDFും. ഇരുമുന്നണികൾക്കും ആവശ്യമായ കേവല ഭൂരിപക്ഷം ഇല്ലാതായതോടെ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം തുലാസിലായി. മരുതിയൂർ ഡിവിഷനിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അനിൽ ആതിരയുടെ അപ്രതീക്ഷിത വിജയവും ബ്ലോക്ക് ഭരണത്തിൽ നിർണായകമാകും. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ 14 ഡിവിഷനുകളാണ് ഉള്ളത്. വർഷങ്ങളായി LDF ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്തവണ UDF 7 സീറ്റുകളിലുമായി ഏറ്റവും വലിയ കക്ഷിയായി. LDFന് 6 സീറ്റുകളാണ് ഉള്ളത്. സ്വതന്ത്രനായി വിജയിച്ച അനിൽ ആതിരയിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. ഇഞ്ചോടിഞ്ച് പൊരുതിയാണ് LDF ഭരണ തുടർച്ച നേടിയത്. ആകെ 19 വാർഡുകളിൽ 10 സീറ്റ് LDFും 8 സീറ്റ് UDFും 1 സീറ്റ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കരസ്ഥമാക്കി. മുല്ലശ്ശേരി പഞ്ചായത്ത് 11-ാം വാർഡിൽ സ്ഥാനാർത്ഥികളും നാട്ടുകാരും ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്നത് മണിക്കൂറുകളോളം. പോസ്റ്റൽ ബാലറ്റ് മുതൽ വോട്ടെണ്ണൽ പൂർത്തിയാകും വരെ സ്ഥാനാർത്ഥികളുടെ ലീഡ് മാറിമറിഞ്ഞു. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശ്രീദേവി ഡേവിസിന് 4 വോട്ടുകൾ ലഭിച്ചു. പിന്നീട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ BJP സ്ഥാനാർത്ഥി ദിൻഷ നിജേഷിന് 310 വോട്ടുകളും ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശ്രീദേവി ഡേവിസിന് 306 വോട്ടുകളും ലഭിച്ചു. പോസ്റ്റൽ വോട്ടുകൾ കൂടി കൂട്ടിയതോടെ ശ്രീദേവി ഡേവിസിനും ആകെ ലഭിച്ച വോട്ടുകൾ 310ആയി. ഇതോടെ വിജയിയെ തീരുമാനിക്കാൻ നറുക്കെടുപ്പ് വേണമെന്ന സ്ഥിതിയായി. നറുക്കെടുപ്പിൽ ശ്രീദേവി ഡേവിസ് വിജയിച്ചു. UDF സ്ഥാനാർത്ഥി ലിസി പോളിന് 260 വോട്ടാണ് ലഭിച്ചത്. കടങ്ങോട് നീണ്ടൂരിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റിനെ CPM പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. കുട്ടിലിങ്ങൽ റസാഖിനെയാണ് വാഹനത്തിലെത്തിയ 2 പേർ ആക്രമിച്ചത്. റസാഖിന്റെ ഭാര്യ റസിയയെയും ഭീഷണിപ്പെടുത്തിയതായി പറയുന്നു. വീട്ടിൽ ഗേറ്റിന്റെ അവിടെ കൊണ്ട് വന്നിട്ട് അവര് ഈ ആളോണ്ട് വന്ന് അടിക്കാനായിട്ട് വരുന്നത്. അവരെ കൊടിയോണ്ട് അടിച്ച്. അപ്പൊ ഞാൻ ഗേറ്റിൽ വന്ന് അവരെ കൊടിയൊക്കെ പൊട്ടി. അതിനുശേഷം പിന്നെ ഞാൻ അവരെ അടിക്കും എന്നുള്ളതിലായപ്പോ എന്റെ ഹസ്ബൻഡിനെ ഞാൻ പിടിച്ചു മാറ്റിയിട്ട് ഗേറ്റ് അടച്ച്. വാർഡിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥിയുടെ ലീഡ് കുറഞ്ഞതിന്റെ പ്രതികാരമായാണ് ആക്രമണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഗ്രാമപഞ്ചായത്തിൽ 17-ാം വാർഡിലെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി TK സുബ്രഹ്മണ്യൻ എന്ന ഉണ്ണിയുടെ വിജയം അടുത്തെത്തിയിരിക്കുന്ന ഒരു സമയം. അങ്ങനെ ഇരിക്കുമ്പോൾ 4 വോട്ടിന് പരാജയപ്പെട്ടു ഇവിടുത്തെ സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി. ആ 4 വോട്ടിന് കാരണം 200-ൽ പരം 300-ൽ പരം വോട്ടുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച ഈ വാർഡില് 4 വോട്ടിന് എന്ന് വെച്ചാൽ അത്രയും അക്രമം സഹിക്കാൻ വയ്യാണ്ടാണ് ഈ 4 വോട്ടിന്റെ അവിടേക്ക് എത്തേണ്ട ഗതികേട് വന്നത്. അത് പരാജയം വിജയിച്ചതിന് 4 വോട്ടിന് വിജയിച്ച സ്ഥാനാർത്ഥിയുടെ പ്രവർത്തകരായവര് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റും അതേപോലെ തന്നെ ഇവിടുത്തെ വാർഡ് പ്രസിഡന്റും സഹപ്രവർത്തകനുമായ അവരുടെ വസതിയിൽ വന്നിട്ട് അവർ വീട്ടിലിരിക്കുമ്പോ എവിടെടാ കോൺഗ്രസ്സുകാരൻ, നീയാണോ കോൺഗ്രസ്സുകാരൻ, നീ എവിടെടാ, നീയാണോ 4 വോട്ടുണ്ടാക്കി എന്നും പറഞ്ഞിട്ട് വന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായത്.
അദ്ദേഹം ശബ്ദം കേട്ട് വീണ്ടും പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടപ്പോൾ ബാക്കിൽ വന്നിട്ട് വീണ്ടും കൊടിയുള്ള വടി എടുത്തെറിയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും പുറത്തിറങ്ങൂ എന്ന് പറഞ്ഞിട്ട് അസഭ്യം വിളമ്പി എന്താ പറയാൻ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല, ഈ ചാനലിൽ പറയാൻ കഴിയില്ല. അത്രയും അസഭ്യം വിളമ്പിയിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പൊ അത്രയും അക്രമം അഴിച്ചുവിട്ട് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കടങ്ങോട് നീണ്ടൂരിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് കയറി CPM പ്രവർത്തകർ ആക്രമണം നടത്തിയെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് CPM പ്രവർത്തകരുടെ പ്രകടനത്തിനിടയിലേക്ക് ഇറങ്ങിവന്ന് പ്രകോപനം സൃഷ്ടിച്ചതാണെന്നും പരാജയം മറച്ചുവെക്കാനാണ് പരാതിയെന്നും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ പറഞ്ഞു. മികച്ച ഭൂരിപക്ഷത്തിന് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ വ്യക്തമായ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കടങ്ങോട്ടിലെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. മുഴുവൻ ജനങ്ങളോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ കടങ്ങോട് പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി ഒത്തുചേർന്ന് പല സ്ഥലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാനുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട് എന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മുമ്പ് പറഞ്ഞിരുന്നു. അത് പല സ്ഥലങ്ങളിലും വ്യക്തമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും BJPയും അതുപോലെ തന്നെ SDPIയും കോൺഗ്രസിനെ സഹായിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഈ അപകടകരമായ കൂട്ടുകെട്ട് കടങ്ങോട് പഞ്ചായത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം തിരിച്ചറിയണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. പാറളം പഞ്ചായത്തിലേക്കും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച കോടന്നൂരിലെ യുവദമ്പതികൾക്ക് മിന്നും ജയം. പാറളം പഞ്ചായത്ത് 1-ാം വാർഡിലേക്ക് മത്സരിച്ച റിൻസി ജൂബിയും കോടന്നൂർ ഡിവിഷനിൽ നിന്ന് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച ജൂബി മാത്യുവുമാണ് വിജയിച്ചത്. റിൻസി ജൂബി 320 വോട്ടിന്റെയും ജൂബി മാത്യു 225 വോട്ടിന്റെയും ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത്. നിലവിൽ പാറളം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് അംഗമാണ് ജൂബി മാത്യു. തൃപ്രയാർ ഏകാദശിക്ക് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി തൃശൂർ റൂറൽ പോലീസ്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി PC ബിജുകുമാറിന്റെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. ക്ഷേത്ര പരിസരത്തെ 6 സെക്ടറുകളായി തിരിച്ചാണ് സുരക്ഷ ഒരുക്കുക. ഭക്തർക്ക് സുഗമമായും സുരക്ഷിതമായും ഏകാദശിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാർ അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ജന്മദിനാഘോഷം. ഇരിഞ്ഞാലക്കുട നഗരസഭ കുഴിക്കാട്ടുകോണം വാർഡിൽ നിന്നും വിജയിച്ച LDF സ്ഥാനാർത്ഥി KV അജിത് കുമാറിനാണ് തെരഞ്ഞെടുപ്പ് ഫലം ഇരട്ടി മധുരം നൽകിയത്. ജന്മദിനമാണ് എന്നറിഞ്ഞ പ്രവർത്തകർ വോട്ടെണ്ണൽ കേന്ദ്രമായ സെന്റ് ജോസഫ് കോളേജിന് മുന്നിൽ കേക്ക് മുറിച്ച് പിറന്നാളും തെരഞ്ഞെടുപ്പ് വിജയവും ഒന്നിച്ച് ആഘോഷിക്കുകയായിരുന്നു. വെട്ടുകാട് വീട്ടിൽ നിയമവിരുദ്ധമായി സൂക്ഷിച്ചിരുന്ന 60 കിലോ ചന്ദനമരം വനംവകുപ്പ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് വെട്ടുകാട് സ്വദേശി കരിപ്പാശ്ശേരി രാഘവനെ മാന്നാമംഗലം ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ M ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ചന്ദനത്തടികൾ വിൽപ്പന നടത്തുന്നതിനു വേണ്ടി തൊലി ചെത്തിയാണ് സൂക്ഷിച്ചിരുന്നത് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മാള പഴൂക്കരയിൽ BJPയുടെ വിജയാഘോഷത്തിനിടയിൽ ഗുണ്ട് പൊട്ടിത്തെറിച്ച് പ്രവർത്തകന് പരിക്ക്. കൈപ്പത്തിക്ക് പരിക്കേറ്റ ആനപ്പാറ സ്വദേശി തച്ചനാടൻ വീട്ടിൽ സതീശനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലതുകൈയുടെ 2 വിരലുകൾ തകർന്നിട്ടുണ്ട്. ആഹ്ലാദ പ്രകടനത്തിനിടയിൽ ഗുണ്ട് അബദ്ധത്തിൽ കയ്യിലിരുന്ന് പൊട്ടിയതാണെന്ന് BJP നേതാക്കൾ പറഞ്ഞു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,160 രൂപ, പവന് 97,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ
തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ നില മെച്ചപ്പെടുത്തി UDF. ഓപ്പറേഷൻ അഡാട്ട് വിജയിപ്പിച്ച് കോൺഗ്രസ്. തിരുവല്ലുവാമല പഞ്ചായത്ത് ഭരണം NDAക്ക്. കടങ്ങോട് പഞ്ചായത്തിൽ LDFന് ഹാട്രിക്. ആർക്കും ഭൂരിപക്ഷമില്ലാതെ 7 ഗ്രാമപഞ്ചായത്തുകൾ. നഗരസഭകളുടെ ഭരണത്തിൽ ജില്ലയിൽ തൽസ്ഥിതി തുടരും. 5 നഗരസഭകളിൽ LDFും 2 നഗരസഭകളിൽ UDFും ഭരണം തുടരും. കുന്നംകുളം നഗരസഭയിൽ കേവല ഭൂരിപക്ഷമില്ലാതെ LDF. വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മത്സരിച്ച PR അരവിന്ദാക്ഷന് പരാജയം. ജില്ലാ പഞ്ചായത്തിൽ ഭരണം നിലനിർത്തി LDF. ആകെയുള്ള 30 ഡിവിഷനിൽ 21 ഡിവിഷനിലും LDFന് മികച്ച വിജയം. പറപ്പൂക്കരയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. പറപ്പൂക്കര സ്വദേശികളായ റോഹിത്, വിപിൻ, ഗിരീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.